കാര്യമാണ്. കോടതിയുടെ ഓരോ വാചകവും അത് ഈ ദുരൂഹതയിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യമാണ്. ഡീറ്റെയിൽഡ് എൻക്വയറി വേണമെന്ന് പറയുന്ന കാര്യമാണ്. അത് മാത്രമല്ല, തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 1999 വിജയ് മല്യ സ്വർണം പൂശിയ ദ്വാരപാലകന്മാരുടെ ശില്പത്തിൻ്റെ പാളി അത് വീണ്ടും എന്തിന് 2019 സ്വർണം പൂശുവാൻ കൊണ്ടുപോയി, ഇപ്പോൾ വീണ്ടും എന്തിന് അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയി എന്ന് ഒരു സെൻറ്റൻസ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് പെർട്ടിനന്റ് ടു നോട്ട് ദാറ്റ് ദ മഹസർ റിഫേഴ്സ് ഓൺലി ടു കോപ്പർ പ്ലേറ്റ്സ്. 2019 മഹസറിൽ പറയുന്നത് കോപ്പർ പ്ലേറ്റ് ആണെന്നാണ്. ആൻഡ് മേക്സ് നോ മെൻഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ഗോൾഡ് ക്ലാഡിങ്ങിനെ കുറിച്ച് മിണ്ടുന്നില്ല. ദിസ് ഈസ് ക്വൈറ്റ് അൺയൂഷ്വൽ ആൻഡ് കോൾസ് ഫോർ എ ഡീറ്റെയിൽഡ് എൻക്വയറി എന്നാണ്. ശ്രീ ഷാബു പ്രസാദ്, ശബരിമലയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ സ്വർണം ചെമ്പാക്കുന്ന വിധിയാണ് നടന്നിരിക്കുന്നത്. ആരൊക്കെയാണ് ഇതിന് ഉത്തരവാദിയായിട്ട് താങ്കൾ കാണുന്നത്? നോക്കൂ, ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റെജി ലൂക്കോസ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഭയങ്കരമായിട്ട് ചീത്ത പറയാനുണ്ടോ. അതായത് അയാൾ ഒരു ഗജ ഫ്രോഡാണ്, എന്തിനാണ് അയാൾ ഈ നാടകം നടത്തിയത് എന്ന്. നോക്കൂ റെജി ലൂക്കോസ്, ഒരു സ്റ്റേജ് ഇല്ലാതെ ഒരു നാടകം നടത്താൻ കഴിയില്ല. ആ സ്റ്റേജ് ആരാണ് ഒരുക്കി കൊടുത്തത്? ഈ ശബരിമല എന്ന ഈ സ്റ്റേജ് ഒരുക്കി കൊടുത്തത് ആരാണ്? അവിടെയാണ് ഇതിന്റെ പ്രശ്നം. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന കള്ളന് കഞ്ഞി വെച്ചവരാണ് ഇവർ. ഈ ദേവസ്വം ബോർഡും ആ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന അത് കേരള സർക്കാരും. അവിടെയാണ് ഇതിന്റെ പ്രശ്നം. പിന്നെ മഞ്ജുഷ ഇവിടെ ഇങ്ങനെ ഒരു വാക്ക് വളരെ ആവർത്തിച്ചു പറഞ്ഞു, ഈ ഗോൾഡ് ക്ലാഡിംഗ് എന്നുള്ളത്. അത് വ്യക്തമായിട്ട് പറയണം. ഗോൾഡ് കവറിംഗ് അല്ല, ഗോൾഡ് ക്ലാഡിംഗ് ആണ്. എന്താണ് ഈ ഗോൾഡ് ക്ലാഡിംഗ് എന്നുള്ളത് അറിയോ? ഇനി മെറ്റൽ ക്ലാഡിംഗ് എന്ന് പറയുന്നത് ഒരു തിൻ ലെയർ ഓഫ് മെറ്റൽ മറ്റൊരു സർഫസിൽ ഒട്ടിച്ച് ചേർക്കുന്ന ആ പ്രോസസ്സിനാണ് ക്ലാഡിംഗ് എന്ന് പറയുന്നത്. അതായത് ആ ദ്വാരപാല വിഗ്രഹത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്നത് ആ ഒരു തിൻ ലെയർ ഓഫ് ഗോൾഡ് തന്നെയാണ്. ഗോൾഡ്, അതാണ് ഗോൾഡ് ക്ലാഡിംഗ്. ക്ലാഡഡ് ഗോൾഡ് എന്ന് പറയുന്നത് അതാണ്. അപ്പോ ആ സാധനത്തെ വീണ്ടും സ്വർണം പൂശാൻ വേണ്ടി 2019 അത് അഴിച്ചെടുത്തോണ്ട് പോവുക, എന്നിട്ടത് തിരിച്ചു കൊണ്ടുവെക്കുക, അതിന് 40 വർഷത്തെ വാറണ്ടി കൊടുക്കുക, പിന്നീട് കണ്ടെത്തുക അത് ഗോൾഡ് അല്ല, സ്വർണമല്ല, ചെമ്പാണ് എന്ന് കണ്ടെത്തുക. അത് കുറച്ചൊന്നും അല്ല. അതിന്റെ രാമനാഥ് സാറിന് അതിന്റെ ക്വാണ്ടിറ്റിയുടെ അളവൊക്കെ എത്രയാന്നുള്ളത് കൃത്യമായിട്ട് അറിയാമായിരിക്കും. അതായത് സ്വർണ്ണ പാളികൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി അത് ചെമ്പിന്റെ അകത്ത് വേറൊരു ഇതില് ചെമ്പിൽ സ്വർണം പൂശി അതേപോലെ ഇവിടെ കൊണ്ടുവച്ചു. ഒന്ന് ആലോചിച്ച് നോക്കണ്ടേ മഞ്ജുഷേ? ഷാബു, ഇത് വെറും ഒരു സ്വർണ്ണ തട്ടിപ്പ് എന്ന് പറയുന്നതിനേക്കാൾ ഇതൊരു വിശ്വാസ തട്ടിപ്പ് കൂടിയാവില്ലേ? കാരണം ശബരിമലയിൽ വർഷങ്ങളായിട്ട് പൂജിച്ചിരുന്ന സാമഗ്രികൾ അത് എത്രമാത്രം വില പിടിച്ചതാണ് വെളിയിൽ കൊണ്ടുപോകുമ്പോൾ എന്നറിയാമല്ലോ. അതിൻ്റെ ഈ സ്വർണത്തിൻ്റെ മൂല്യമല്ലല്ലോ അവിടെ അളക്കുന്നത്, അതിനൊരു ആൻറ്റിക് മൂല്യം കൂടിയുണ്ട്. അതുപോലെ തന്നെ ഇത് വിശ്വാസത്തിൻ്റെ പേരിലും വേണമെങ്കിൽ തട്ടിപ്പ് നടത്താം. ഇത് വീട്ടിൽ വെച്ച് പൂജിക്കാം, ഇത് മറ്റുള്ളവർക്ക് വിശ്വാസം തോന്നുന്ന വിധത്തിൽ അതൊരു കച്ചവടമാക്കി മാറ്റാം. അതാണല്ലോ ഈ പറയുന്ന പേരിന് ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നെ വാസുദേവനും ചേർന്ന് നടത്തിയത്. വീട്ടിൽ കൊണ്ടുപോയി പീഠം പൂജിച്ചു എന്നാണല്ലോ. അപ്പോൾ പീഠത്തിലേക്ക് നമുക്ക് ചുരുക്കേണ്ട, കാരണം പീഠമൊക്കെ ഈ തട്ടിപ്പിന് വേണ്ടി, മറ്റു തട്ടിപ്പുകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി എടുത്ത ചില കാര്യങ്ങളാണ്, അതും ദുരൂഹമാണ്. ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കാമല്ലോ, അല്ലാതെ ഈ സ്വർണത്തിന് വേണ്ടി ആയിരിക്കില്ലല്ലോ സ്വാഭാവികമായിട്ട്. കാരണം ഇവർക്കൊക്കെ ഈ സ്വർണം കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. അതിനേക്കാൾ അന്ന് സ്വർണത്തിന് ഇത്രയും വിലയുള്ള സമയം പോലുമല്ല. നോക്കൂ, ഈ ദ്വാരപാലക വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അത് നിത്യപൂജയുള്ളതോ അങ്ങനത്തെ ഒരു സംഭവം ഉള്ളതല്ല. അതുമല്ല, ഇനി ആന്റിക് വാല്യൂ നോക്കി കഴിഞ്ഞാൽ ഇതിന് വലിയ ആന്റിക് വാല്യൂ ഇല്ല. 10-25 വർഷത്തെ അല്ലെങ്കിൽ 30 വർഷത്തെ പഴക്കമേ ഉള്ളൂ. 30 വർഷത്തെ പഴക്കമുള്ള സാധനത്തിന് എന്തോന്ന് ആന്റിക് വാല്യൂ? ശബരിമലയിലാണ് എന്നുള്ളത് അത് വിശ്വാസം ഇരട്ടിപ്പിക്കാൻ കാരണമാകും. ഇതൊന്നും അല്ലെന്ന്, ഇത് വിശ്വാസത്തിന്റെയോ ഇങ്ങനത്തെ ഒന്നും അല്ല. അത് വിശ്വാസ തട്ടിപ്പ് ഇതിൻ്റെ അത് നടന്നിട്ടുണ്ട്. അതായത് ശബരിമലയിലെ ശ്രീകോവിലിൽ നിന്നുള്ള സ്വർണ്ണമാണ്, ഇത് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം വരും എന്നൊക്കെ പറഞ്ഞുള്ള തട്ടിപ്പ് നടക്കുന്നുണ്ടാവും. ഇതൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തൂ. ശബരിമല സന്നിധാനത്ത് നിന്ന് അവർ എന്തെല്ലാം ചട്ടങ്ങൾ നിലവിലുള്ളതാണ്. രാമനാഥ് സാർ ഇവിടെ പറഞ്ഞു, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് ആ ടെമ്പിൾ പ്രമിസസിൽ തന്നെ ക്യാമറകളുടെ മുൻപിൽ, ഉദ്യോഗസ്ഥരുടെ മുൻപിൽ, ഉത്തരവാദിത്തപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ വേണം എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള റൂൾ ഇവിടെ നിലനിൽക്കുമ്പോൾ ഈ സാധനം അഴിച്ചെടുത്തുകൊണ്ട് ചെന്നൈക്ക് പോവുക,
പോയതല്ല തിരിച്ചു വരുന്നത്. ഇത് എന്തെന്ന് ഇത് വെള്ളരിക്കപ്പെട്ടണോ? എന്നിട്ട് ഇവിടെ വന്നിരുന്ന് പറയുക, ഓ അവൻ ഭയങ്കര കള്ളനാണ്, അവനെ കൊല്ലണം, തിന്നണം, തലകുത്തി മറിക്കണം. ആരാണെന്ന് ഈ കള്ളൻ? ഇത് ഇപ്പം പെട്ടെന്ന് വന്നാൽ കഴിച്ചെടുത്തോണ്ട് പോകാൻ പറ്റുന്ന സാധനമാണോ ഇതൊക്കെ? ഇത് ആരാണ് ഇതിന് ഉത്തരം പറയേണ്ടത്? അത് ചോദിക്കുമ്പോൾ പറയും ദേവസ്വം ബോർഡിന് സർക്കാരുമായി യാതൊരു ബന്ധവുമില്ല. അത് പിന്നെ എന്തിനാണ് ഇവിടെ ശബരിമല നട തുറക്കുമ്പോൾ വിശ്വാസി പോലും അല്ലാത്ത മന്ത്രി ആ ഇടുങ്ങിയ സ്ഥലത്ത്, ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ കടന്നു പോകുന്ന സ്ഥലത്ത് വന്നിട്ട് ഇത്രയും പേർക്ക് മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഒന്ന് കൈകൂപ്പി തൊഴുക പോലും ചെയ്യാതെ ഇത്രയും അയ്യപ്പ ഭക്തരെ പരിഹസിച്ചുകൊണ്ട് പുച്ഛത്തോടെ നിൽക്കുന്നത്? സർക്കാരുമായിട്ട് ബന്ധമില്ലെങ്കിൽ പിന്നെ ദേവസ്വം മന്ത്രി എന്തിനാണ് ഇവിടെ? ഒരു ദേവസ്വം ഡിപ്പാർട്ട്മെന്റ്, ഒരു ദേവസ്വം മന്ത്രി. റെജി ലൂക്കോസ്, താങ്കൾക്ക് സർക്കാരിനെ ന്യായീകരിക്കേണ്ട ധാർമ്മികവും അല്ലാത്തതുമായ ബാധ്യത ഉണ്ടാകും. അതൊക്കെ അതിനെയൊക്കെ ബഹുമാനിക്കും. പക്ഷേ ഒരു കാര്യം താങ്കൾ ശ്രദ്ധിക്കണം ശ്രീ ഷാബു, ഇവിടെ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ശ്രീ റെജി ലൂക്കോസ് ന്യായീകരിച്ചില്ല, പത്മകുമാറിനെ. കാരണം പത്മകുമാറിന് ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. പത്മകുമാർ ഈ വിഷയങ്ങൾ പുറത്തു വന്നതിന് ശേഷം മിണ്ടുന്നില്ല. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇങ്ങനെ കരാർ കൊടുത്തത്, എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നത്, അത് മാത്രമല്ല എന്തിനാണ് 2019 ഇങ്ങനെ ഒരു ഉത്തരവിറക്കിക്കൊണ്ട് ഇത് കോപ്പർ പ്ലേറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് സ്വർണം പൂശാൻ കൊടുത്തുവിട്ടത് എന്നതിനെക്കുറിച്ചും പത്മകുമാറിന് ഇപ്പോൾ മിണ്ടാട്ടമില്ല. പത്മകുമാറിനെ ന്യായീകരിക്കാനും തയ്യാറായിട്ടില്ല കേട്ടോ. CPM കാരനാണ് പത്മകുമാർ എങ്കിലും ന്യായീകരിക്കാൻ റെജി ലൂക്കോസ് തയ്യാറായിട്ടില്ല. ശ്രീ റെജി ലൂക്കോസ്, പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം ചാരിക്കൊണ്ട് മറ്റുള്ളവരെല്ലാം രക്ഷപ്പെട്ടു എന്ന രീതിയിലേക്ക് പോകുന്നതിനാണ് ഞാൻ നേരത്തെ അത് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഷാബു അത് തന്നെയാണ് പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ കളം ഒരുക്കി കൊടുത്തത് ആരാണ് എന്നുള്ള കാര്യമുണ്ടല്ലോ ശ്രീ റെജി. അപ്പോൾ അന്വേഷണം ആ ദിശയിലേക്ക് പോയേ തീരൂ. അല്ല, അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലല്ലേ? ഹൈക്കോടതി തീർച്ചയായിട്ടും ആ അന്വേഷണത്തിലേക്ക് കിടക്കും. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണല്ലോ വിജിലൻസ് പോയി അദ്ദേഹത്തിന്റെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വിദ്വാന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത്. സഹോദരി എന്താ പറഞ്ഞേ? ഇത് മോശം മറ്റൊരു വസ്തുവാന്ന് പറഞ്ഞ് അവിടെ വശമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. കൃത്യം ഇയാളുടെ കയ്യിലിരിക്കുന്ന വസ്തു, പെങ്ങളുടെ കയ്യിലേക്ക് കൊടുത്ത വസ്തു, എങ്ങനെയാണ് അത് കാണാനില്ല എന്ന് പറഞ്ഞാൽ പരാതി കൊടുത്തത്? അതൊരു ബിഗ് ക്വസ്റ്റ്യൻ ഇല്ല, അതിന് മറുപടി കിട്ടണ്ടേ ഇവിടെ? തന്നെയുമല്ല, വളരെ മാന്യനായിട്ടുള്ള P. പ്രശാന്തിനെ മോഷ്ടാവായിട്ട്, കള്ളനായിട്ട് ചിത്രീകരിച്ച് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ക്രെഡിറ്റ് ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ച ഒരു കുറ്റവാളികളല്ലേ? ഞാൻ ചോദിക്കട്ടെ, ആ 2019 കാലഘട്ടങ്ങളെ കുറിച്ചുള്ള വാർത്തകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അത് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ ദേവസ്വം ബോർഡിനെ പഴിചാരുമ്പോൾ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ പഴിചാരാനായിട്ട് തയ്യാറാവുന്നവര് ഒരു കാര്യം മനസ്സിലാക്കണം. ശബരിമല എന്ന് പറയുന്ന പരിപാവനമായ സ്ഥലത്ത് ഇടതുപക്ഷം ഭരിച്ച കാലത്ത് ഇന്നുവരെ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഞാൻ പത്മകുമാറിനെ വെള്ളപൂശാനോട് ശ്രമിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ഷാഹു പ്രസാദ് തെറ്റിദ്ധരിപ്പിക്കുന്നു. 2019 ഇടതുപക്ഷമാണ് ഭരിച്ചത്. 2019 ഇടതുപക്ഷമാണ് ഭരിച്ചത്. ഇത്രയും വലിയ ഈ കൊള്ളയെന്ന് നമുക്ക് ഒറ്റനോട്ടത്തിൽ കൊള്ളയെന്ന് മനസ്സിലായി. കൊള്ള സംഘങ്ങളാണ് ഇപ്പോൾ. കാരണം ഇത് യഥാർത്ഥ വസ്തു മാറ്റി മറ്റൊരു വസ്തു കൊണ്ട് വെക്കുക, അതിൽ സ്വർണം ചെമ്പാക്കുക, എന്നിട്ട് തെറ്റിദ്ധരിപ്പിക്കുക, ഇതൊക്കെ ഒരു കൊള്ള സംഘത്തിന്റെ കാര്യങ്ങളാണ്. അത് ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതായിരിക്കില്ല. അല്ലല്ല, അങ്ങനെ കാടടച്ചുമ്പോഴേക്ക് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനെ ദേവസ്വം ബോർഡിനെ ഒന്നും കളിയാക്കരുത്, ആക്ഷേപിക്കുകയും ചെയ്യരുത്. കാരണം അല്ലെങ്കിൽ എന്താണ് 2019 എന്തിനങ്ങനെ ഉത്തരവിറക്കി ശ്രീ റെജി ലൂക്കോസ്? മനസ്സിലാവുന്നില്ല ആ കാര്യം. ഇത് ഗോൾഡ് ക്ലാഡിംഗ് ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാവുന്നു. വിജയ് മല്യയാണ് ക്ലാഡിംഗ് ചെയ്തു കൊടുത്തത്. അത് കൃത്യമായിട്ട് ഏതൊക്കെ വസ്തുക്കളിലാണ് ഇങ്ങനെ സ്വർണം പൂശിയത് എന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരു കാര്യം. അത് 2019 വന്നപ്പോൾ അതെങ്ങനെ കോപ്പർ പ്ലേറ്റും ക്ലാഡിംഗ് ആണ്. രണ്ടു തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആദ്യം ഈ വിജയ് മല്യ ചെയ്ത് ഗോൾഡ് ക്ലാഡിംഗ് ആയിരുന്നു. എളുപ്പത്തിന് വേണ്ടി സ്വർണം പൂശുക പറഞ്ഞാണ്. അല്ല, ക്ലാഡിംഗ് ആണ്, അങ്ങനെയാണ്, ഗോൾഡ് ക്ലാഡിംഗ് എന്നാണ്.